യെസ്, അപ്പോൾ നമ്മുടെ 5, 6, 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഇതാ വന്നിരിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 1 തീയതിയാണ് ആ ഒരു ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്. സോ ഇപ്പം കൃത്യം 12 മണി കഴിഞ്ഞു. സോ നമുക്ക് 1:30-ക്കാണ് എക്സാം. സോ നമ്മുടെ വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. അതായത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മെയിൻ സെൻറ്ററായ ഡി ബ്ലോക്ക് ക്യാമ്പസിൽ, നമ്മുടെ പാലാ മുത്തോലി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായുടെ ഡി ബ്ലോക്ക് ക്യാമ്പസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ സെൻറ്ററുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി നമ്മൾ സെൻറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നമുക്ക് സെൻറ്ററുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ചെന്നൈ, ബാംഗ്ലൂർ, അതുപോലെ തന്നെ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് മെയിൻ സെൻറ്ററാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ദുബായിലും നമുക്ക് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സെൻറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. സോ ദുബായിലുള്ള കുട്ടികൾക്കും ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിന് ഇന്ന് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ വിദ്യാർത്ഥികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികളും പേരൻസും. സോ നമുക്ക് ഈ ഒരു വിദ്യാർത്ഥികളെല്ലാം പരിചയപ്പെട്ട് അവരുടെ പേരൻസിനെയൊക്കെ പരിചയപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു ബ്രില്ലിലേക്ക് വന്നത്, എങ്ങനെയാണ് ഇവിടെ ചൂസ് ചെയ്തൊക്കെ എന്ന് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നേരെ അവരുടെ അടുത്ത് ചെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പോകുന്നത് അതൊക്കെ ഒന്ന് കാണേണ്ടതുണ്ട് അല്ലേ. സോ നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി വിദ്യാർത്ഥികളും അവരുടെ പേരൻസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഇന്ന് ഒരു അമ്മയും ഒരു മകനും ഉണ്ട്. സോ നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം അല്ലേ, എങ്ങനെയാണെന്ന്. എന്താ മാം പേര്? എൻ്റെ പേര് ബോബി. എവിടുന്നാണ് വരുന്നത്? തലയോലപ്പറമ്പിൽ നിന്ന്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ബ്രില്ലിനെ പറ്റി അറിഞ്ഞത്, എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞതെന്ന് പറയാമോ? മോള് ഓൾറെഡി 11th 12th ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓൾറെഡി ഫൗണ്ടേഷൻ്റെ കോഴ്സൊക്കെ എടുത്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെ പ്രയോജനം വളരെ നന്നായിട്ടാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 12th ഇപ്പം നീറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്, പക്ഷേ ഓൺലൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയെന്ന ഇതിലാണ് മോനും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭവൻസ് വെള്ളൂരിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആണല്ലോ ഇവരുടെ കരിക്കുലം. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ മോനുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ മാനേജ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അപ്പം മോൻ്റെ പേര് എങ്ങനെയായിരുന്നു? ഗൗതം. ഓക്കെ, പ്രിപ്പറേഷൻ എങ്ങനെ പോയി മോനെ? നല്ലോണം പഠിച്ചിട്ടൊക്കെയാണോ വന്നത്? ഇപ്പോൾ എത്രയിൽ? 6th പഠിക്കുന്നത്. 7th എടുത്തിരിക്കുന്നത്. ഓക്കെ മാം, ശരി, താങ്ക് യു. ഹായ് മാം, എന്താ പേര്? സുദീന. രാജേഷ്. എവിടുന്നാണ് വരുന്നത്? കോട്ടയത്ത് നിന്നാണ്. കോട്ടയം. ഓക്കെ, ഫൗണ്ടേഷന് വേണ്ടിയിട്ട് വന്നാണോ അതോ IIT AIMS 2 year? ഫൗണ്ടേഷൻ വന്നതാണ്. അപ്പം മോളാണോ മോനാണോ? മോളും ഉണ്ട് മോനും ഉണ്ട്. രണ്ടുപേരും. മോള് 10th, മോൻ 6th. അപ്പം IIT AIMSന്റെയും എഴുതുന്നുണ്ട്. മോൾക്ക് അത് എഴുതുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും രണ്ട് എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് സാർ നമ്മുടെ ഈ ബ്രില്യൻറ്റിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു? ഞങ്ങൾ കോട്ടയംകാരായതുകൊണ്ട് ഞങ്ങൾ ബ്രില്യൻറ്റിനെ കുറിച്ച് പണ്ടേ കേട്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നതിൻ്റെ നല്ല റിസൾട്ടാണ്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇവിടെ. സോ അങ്ങനെ കൊണ്ടുവന്ന് ടെസ്റ്റ് എഴുതിക്കാമെന്ന് വിചാരിച്ചു. ഈ എക്സാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഇത് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ ന്യൂസ് പേപ്പറിൽ കണ്ടായിരുന്നു. ഇവിടെ നിന്നല്ലാതെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും ഇവിടെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. റിലേറ്റീവ്സും ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ മോൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി IIT കിട്ടി, IIT മദ്രാസിലൊക്കെ പോയി. പിന്നെ ഇപ്പൊ യുഎസിലാണ്. ഓക്കെ. അപ്പൊ രണ്ടുപേരുടെയും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു?
ഓക്കെ, പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓവറോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചു. യെസ്, അപ്പം ഇപ്പം കൃത്യം 1 മണി ആയിരിക്കുകയാണ്. 2 മണിക്കാണ് എക്സാം. സോ 1:30 കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളും പേരൻസും ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. പേരൻസും വിദ്യാർത്ഥികളും ഒക്കെ ഭയങ്കര റഷ് ടൈം തന്നെയാണിത്. കാരണം നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇപ്പം നേരെ ഹെൽപ്പ് ഡെസ്ക് ചെന്നിട്ട് അവിടുന്ന് അവരുടെ ക്ലാസ് റൂമിലേക്ക്, അലോട്ട് ചെയ്ത ക്ലാസ് റൂമിലേക്ക് ചെന്ന് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഇവിടുത്തെ ബാക്കിയുള്ള കുറച്ച് പേരൻസിനെ കൂടെ ഒന്ന് പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളോട് ചോദിച്ചറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ക്രീൻ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു കുട്ടിയുടെ ഫാമിലിയാണിത്. സോ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. സാറിൻ്റെ പേര്? എൻ്റെ നിഖിൽ. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ ഏറ്റുമാനൂർ പുന്നത്ര. മാമിൻ്റെ പേര്? ദിവ്യ. മോളുടെ പേരെന്താ? കൃഷ്ണേന്ദു. അപ്പം മോള് അകത്ത് കയറിയേക്കും അല്ലേ ഫൗണ്ടേഷൻ? ഓക്കെ. അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം, ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇവിടെ വന്നപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് സാറിന്? നല്ല സന്തോഷം തന്നെയാണ് തോന്നുന്നത്. മാമിന് എന്താ ഫീൽ ചെയ്യുന്നത്? വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനുള്ള ഒരു പ്രിലിമിനറി എന്നുള്ള ഒരു ഐഡിയ കുട്ടികൾക്കെല്ലാം കിട്ടും. വളരെ നല്ല രീതിയിലാണ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും വളരെ നല്ല ക്ലാസ്സുകളാണ്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ വിഷയങ്ങളെപ്പറ്റി നല്ലൊരു അവയർനെസ് കിട്ടുന്നുണ്ട്. അത് അവർ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇതെന്തായാലും മുന്നോട്ടുള്ള പരീക്ഷകളിലെല്ലാം കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ബ്രില്ലിനെ പറ്റി അറിഞ്ഞത്? ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞ എങ്ങനെയാണെന്ന് പറയാമോ? ബ്രില്ലിൻ്റെ ചൂസ് ചെയ്യാനുണ്ടായ കാരണം ഒന്ന് പറയാമോ? സ്കൂളിൽ നിന്നാണല്ലോ അറിഞ്ഞത്. സ്കൂളിൽ ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണല്ലോ. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലെ വളർച്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രസ്ഥാനം ഇത്രയധികം നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോഴും നമ്മൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള ഈ കേരളത്തിൽ തന്നെ പല ജില്ലകളിലുള്ളവരും ഈ ബ്രില്യൻറ്റിനെ പറ്റി അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾ തന്നെ വളരെ നല്ല, ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വളരെ നല്ല അഭിപ്രായങ്ങളാണ്. അപ്പം സ്റ്റാഫൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രാവശ്യം ചോദിക്കുക, അവരുടെ മക്കളെ കൊണ്ടുവരാൻ വരുമ്പോഴും ഒക്കെ നമ്മളോട് ഓരോ ഒപ്പീനിയനൊക്കെ ചോദിക്കാറുണ്ട്. വളരെ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. എല്ലാവർക്കും തന്നെ കിട്ടുന്നുമുണ്ട് കേട്ടോ. മാക്സിമം തന്നെ അങ്ങനെ വന്നവർക്കും എല്ലാം ഒരുപാട് പേർക്ക് ഈ മത്സര പരീക്ഷകളെല്ലാം വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു, വേറെ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നേരെ ബ്രില്യൻ്റ് തന്നെയായിരുന്നു. ഇല്ല, ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ തന്നെ പ്രസ്ഥാനമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കരുതുകയാണ്. എങ്ങനെയായിരുന്നു ആ പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു ഈ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയുള്ള മോളുടെ പ്രിപ്പറേഷൻ? ഇപ്പോൾ സ്കൂളിലേയും കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ടെസ്റ്റ് കഴിയുമ്പോൾ പറയാന്നുള്ളതേ ഉള്ളൂ. സ്കൂളിലാണ് പഠിക്കുന്ന മോള്? മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ കട്ടച്ചിറ. അപ്പം എന്തായാലും മോൾക്ക് ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അപ്പം അടുത്ത മോളെന്താണ് ഇങ്ങോട്ട് വരുന്നത്? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഹലോ മാം, എന്താ പേര്? മിത്ത. എവിടെ നിന്നായിരുന്നു? തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ. മോളാണോ മോനാണോ? മോനാണ്. മോനല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ ബ്രില്യൻറ്റിൽ ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം? ബ്രില്യൻ്റ് അത് ഇത്രയും ഫേമസ് അല്ലേ, നമ്മളതിന് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. ഓവറോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു ബേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഇപ്പം എപ്പോൾ പുറപ്പെട്ടു? അവിടെ തിരുവനന്തപുരം രാവിലെ വന്നതാണ്. രാവിലെ ഇവിടെ എത്തിയതാ അല്ലേ? ഓക്കെ. സാർ നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് രഞ്ജിത്ത്. ഓക്കെ. രണ്ടുപേരുടെയും മക്കൾ ഇവിടെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. ഫൗണ്ടേഷൻ ആണോ അതോ IIT എയിംസിൻ്റെ എക്സാം ആണോ? ഫൗണ്ടേഷൻ. എവിടുന്നാണ് സാർ വരുന്നത്? എൻ്റെ വീട് ചേർത്തലയാണ്. ചേർത്തലയെന്നാണ്. ഓക്കെ. കിടങ്ങൂരാണ്. ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? അല്ല, ഇവരുടെ സിബ്ലിങ്സ് രണ്ടുപേരും ഇവിടെ പഠിച്ചതാണ്. ഓ. ഇവൻ്റെ 2 ചേച്ചിമാരിവിടെ പഠിച്ചതാണ്. ഒരാളിപ്പോൾ ബ്രില്യൻ്റ് +1 പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അറിയാമായിരുന്നു, നേരത്തെ അറിയാം. അങ്ങനെ. ഓക്കെ. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ബ്രില്യൻ്റ്, ഞാൻ ബ്രില്യൻ്റ് ഒരു ഫസ്റ്റ് അവർ തുടങ്ങിയ സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓ അതെ. ഓക്കെ. അത് വളരെ ഞങ്ങൾക്കൊരു സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ പഠിച്ച ഒരാൾ സാറിൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അത് അപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു? എനിക്ക് ബ്രില്യനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ബ്രില്യനിലെ ഒരു സ്റ്റഡി ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലാണ് എനിക്ക് ആ എൻജിനീയറിങ് കിട്ടിയത്. അപ്പം നമുക്കത് ഇവിടെ ബ്രില്യന് മുമ്പ് ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു. പക്ഷേ അവിടെയും പിന്നെ ബ്രില്യനും തമ്മിൽ നമുക്കൊരു റിമാർക്കബിൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബ്രില്യനിൽ നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവലുണ്ട്. അവർ തന്നെ പലപ്പോഴും ഇനിഷ്യലി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇന്ന ഒരു കാറ്റഗറിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഏകദേശമൊക്കെ കറക്റ്റാണ്. അപ്പോൾ ആ ഒരു
ഇതാണ്, ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് പിള്ളേരെ ഇവിടെ തന്നെ ചേർക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു സാറിന് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കറക്റ്റ് വേയിലോട്ട് നയിക്കാൻ പറ്റി. അതെ അതെ ഓക്കെ, രണ്ടുപേരും എങ്ങനെയാ കോൺഫിഡൻ്റ് ആണോ മക്കളുടെ കാര്യത്തിൽ? അതെ 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 ആണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. നമ്മുടെ സ്ക്രീൻ ഇൻഡസ്ട്രി നടക്കുന്ന ക്ലാസ് റൂംസ് ആണ് ഇതെല്ലാം. സോ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ക്ലാസ്സിൽ കയറി ആ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം സമയം കൃത്യം 1:45 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം കൂൾ ഓഫ് ടൈമാണ്. OMR ഒക്കെ കൊടുത്ത് പിള്ളേർ ആ ഒരു OMR ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ. കൃത്യം 2 മണിക്ക് തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ വിദ്യാർത്ഥികളെല്ലാം നല്ലൊരു ത്രില്ഡ് ഇരിക്കുമായിരിക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. യെസ്, അപ്പം ഇതാ കൃത്യം 4 മണി ആകാറായിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കളൊക്കെ ഇറങ്ങി വരാൻ വേണ്ടി പേരൻസ് എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ഫൗണ്ടേഷൻ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഓൾറെഡി 3:30 ആയപ്പോൾ അവരുടെ എക്സാം കഴിഞ്ഞ് പോയി. ഇനി 4 മണിക്കുള്ള ബാക്കിയുള്ള 6, 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആ ഒരു ടൈമാണ്. ആ ഒരു എക്സാം കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ പേരൻസ് ഇങ്ങനെ റെഡി ആയിട്ട് കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണിത്. നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുക. എന്താ പോലെ പേരെന്താ? ആദി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു മോൻ്റെ? 2 മാസം മുമ്പ് പഠിക്കാൻ തുടങ്ങിയ അതുകൊണ്ട് കുഴപ്പമായിരുന്നു അത്യാവശ്യം. അതിൽ ഓവറോൾ നല്ല എക്സാം ആയിരുന്നു, എളുപ്പമായിരുന്നു. ഓക്കെ കേട്ടോ, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. മോളുടെ പേരെങ്ങനെ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ട്രിക്കി ആയിരുന്നു ബട്ട് ഈസി ആയിരുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ? എങ്ങനെ കൊണ്ടുപോയത്? കുറച്ച് ഡെപ്ത് ആയിട്ട് പഠിക്കണം, കുറച്ച് ട്രിക്കി, നല്ല ട്രിക്കി എക്സാമാണ്. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എന്താ മോളുടെ പേരെങ്ങനെ? ദേവിക. എവിടുന്നാ വരുന്നത്? ഞാൻ കുമ്മണ്ണൂരിന്ന്. കുമ്മണ്ണൂർ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എളുപ്പമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ഫുൾ ടെക്സ്റ്റ്, NCERT ടെക്സ്റ്റ് പഠിക്കുകയായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ഇവിടെ വന്ന ഒരു സ്ക്രീൻ ടെസ്റ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞതൊക്കെ എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് നേരത്തെ ഫൗണ്ടേഷൻ കോഴ്സ് ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ എക്സാമിന് ഇത് ചെയ്തത്. മോൻ്റെ പേരെന്താ? ആൽബർട്ട്. എവിടുന്നാ വരുന്നത്? ഞാൻ കൂത്താട്ടോളം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ഇച്ചിരി ചില പാട്ടൊക്കെ ടഫായിരുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ? എങ്ങനെയാണ് കൊണ്ടുപോയത് പ്രിപ്പറേഷൻ? സ്കൂളിൽ നിന്ന് കുറച്ച് ഫൗണ്ടേഷൻ പോലെ ഇച്ചിരി തന്നായിരുന്നു, ലേബറിനെ പബ്ലിക് സ്കൂളിൽ നിന്ന്. പിന്നെ വേറെ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ സ്കൂളിലാണ് പഠിക്കുന്നത്? ലേബറിനെ പബ്ലിക് സ്കൂൾ. അപ്പം എന്തായാലും ഓവറോൾ എക്സാം കുഴപ്പമൊന്നുമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ഈസി ആയിരുന്നു. മോൻ്റെ പേരെന്താ? എത്രയിലാണ് പഠിക്കുന്നത്? 6. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. എളുപ്പമായി. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെ കൊണ്ടുപോയത് മുമ്പോട്ട്? അത് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പഠിച്ച് ക്ലാസ്സൊക്കെ ആണ്, ബ്രില്യൻസിൻ്റെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ആണ്. എത്രയിലാണ് പഠിക്കുന്നത്? 6. ഓക്കെ, ഈ സ്കൂളിലാണ്? ഡീപ്പോൾ പബ്ലിക് സ്കൂൾ, കുറവലങ്ങാട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എന്താ മോളുടെ പേരെന്താ? MEC കാപ്പൻ. മോളുടെ? കീർത്തന. എത്രയിലാണ് പഠിക്കുന്നത് നിങ്ങൾ? 6. ആണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചവറ പബ്ലിക് സ്കൂൾ. രണ്ടുപേരും സെയിം സ്കൂളിൽ സെയിം ക്ലാസ്മേറ്റ്സ് ആണോ നിങ്ങൾ? ഡിവിഷൻ വേറെ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെ കൊണ്ടുപോയത് മുമ്പോട്ട്? എന്നെ അമ്മയും എല്ലാം ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടയ്ക്കിടെ ചെയ്തു. അങ്ങനെയൊക്കെ ട്യൂഷൻ എടുക്കുന്നില്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനത്തെ നമുക്ക് ബ്രില്യൻറ്റിലൊന്ന് ചേർന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൂടിയതാണ്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്താണ് മെയിനായിട്ട് ഒരു പ്രിപ്പയർ ചെയ്തല്ലേ? അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് അങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ എക്സാം എളുപ്പമായിരുന്നു ഓവറോൾ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നല്ലോണം പഠിക്കുക കേട്ടോ. ഓക്കെ, എന്താ മോളുടെ പേരെന്താ? അന്ന. അഞ്ചൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ. എത്രയില്ല? 6. മേരി മൗണ്ടിൽ 6th തന്നെ. നിങ്ങൾ സെയിം ക്ലാസ് തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈസി ആയിരുന്നു കുറച്ചൊക്കെ.
നല്ലതായിരുന്നു, ഈസിയായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോയത് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി? മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി വന്നപ്പം അത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ മോക്ക് ടെസ്റ്റ് പോലെ ഹാർഡ് അല്ലായിരുന്നു, ആവശ്യത്തിന് ഈസി ആയിരുന്നു. അത് പഠിച്ചെഴുതിയത് കൊണ്ട് കുറേയൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ 7th സ്റ്റാൻഡേർഡിൽ കുറേയൊക്കെ പഠിക്കുന്നതുകൊണ്ട് അത് ഉപകാരപ്പെടും. പിന്നെ 6th ആണല്ലോ കണ്ടിന്യൂഷൻ ആയിട്ട് 7th വരുന്നത്. അപ്പം 6th 7th ഒരേ രീതി വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ 7th ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തു. മോക്ക് ടെസ്റ്റ് ഒരേപോലെ ചെയ്തുകൊണ്ട് അത്യാവശ്യം ഈസി ആയിരുന്നു. ഓവറോൾ എക്സാം നല്ല ഈസി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല എക്സാം ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ശരി. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഫൗണ്ടേഷൻ്റെ ഓഫ്ലൈൻ സ്ക്രീൻ ടെസ്റ്റ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളും പേരൻസും എല്ലാം നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇതും പറഞ്ഞാൽ ഈ ഒരു മഴയെല്ലാം അവഗണിച്ചാണ് നമ്മുടെ വിദ്യാർത്ഥികളും പേരൻസും എല്ലാം ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ വന്നിരിക്കുന്നത്. നല്ല മഴയാണ് ഇപ്പോഴും കുട്ടികൾ ഇറങ്ങിയപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെല്ലാം അവഗണിച്ചാണ് ഇവർ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടെ അവർ ഈ ഒരു നമ്മുടെ സെൻറ്ററിലേക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ള സെൻറ്ററുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ദുബായിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പല പല സെൻറ്ററുകളിലും എല്ലാം വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇവരെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ നല്ലൊരു രീതിയിൽ സ്കോർ ചെയ്ത് അവരുടെ അഡ്മിഷൻ സാധ്യമാക്കാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.